അവരെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ ശ്രുതി തെറ്റിച്ചൊരാൾ പാടിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് സംഗീതം പഠിക്കണമെന്നില്ല, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇവിടെ തകരാറുണ്ടെന്ന് മനസ്സിലാകും, പക്ഷെ എന്താണ് മനസ്സിലായില്ല. അപ്പൊ എല്ലാം ചേർന്ന ഒരു ആസ്വാദക സദസ്സാണ് ഇന്നിവിടെ മത്സരാർത്ഥികളുടെ മൂല്യനിർണ്ണയം നടത്തുന്നത്, വിധി നിർണ്ണയം നടത്തുന്നത്. ഇവിടെ അതിനുവേണ്ടി നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും ഹാർദവമായി ഈ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പുരോഗതികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ ഒരു ഇന്നത്തെ ഒരു പ്രക്രിയ പരിശോധിച്ച് അതിൻ്റെ ഒരു അഭിപ്രായം അവരുടെ ആദരവുകളും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ കഴിയുന്നത്. ഞാൻ കുറച്ചു നേരമായിട്ട് ഈ പരിപാടി വീക്ഷിക്കുകയായിരുന്നു. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കലാപരിപാടി എടുക്കുന്നത്. വിവിധ കലാവേദി എന്ന സംഘടന ഇവിടുത്തെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത്തരമൊരു ഉദ്യമം നടത്തിയത് രണ്ടുമുതലും വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. വിവിധ പ്രായക്കാരായ വിവിധ വ്യവസ്ഥരായ പലതരം ആൾക്കാരും ഈ വേദിയിൽ ഒന്നിച്ച് അവരുടെ കഴിവുകൾ പ്രവർത്തിക്കുന്നു. മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് മുതൽ 2 മാസത്തോളമായിട്ട് നടന്ന പ്രക്രിയയാണിത്. ഇത്രയും സമയത്തിലുള്ള ഇത്രയും കലാകാരന്മാരെ നിങ്ങൾ പല രീതിയിൽ തെരഞ്ഞെടുക്കുകയും അവസാനത്തെ ഫൈനൽ റൗണ്ടാണ് ഇപ്പോൾ നടന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ പരിപാടി 50 ജഡ്ജസ് വിവിധ സാമൂഹിക സാംസ്കാരിക തരത്തിൽ പല കലാത്തുറകളുള്ള 50 ആൾക്കാർ വിധികർത്താക്കളായിട്ട് വരുന്ന ഒരു പരിപാടി മലയാളത്തിൽ നടത്തുന്നതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു ഗംഭീരമായ ഒരു പരിപാടി വേദി അല്പം സൃഷ്ടമാണെങ്കിൽ പോലും വളരെ തീവ്രമായ വികാരത്തോടുകൂടി കല ആസ്വദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ആൾക്കാരുടെ സദസ്സിന്റെ പങ്കാളിത്തത്തോടുകൂടി ആണെങ്കിൽ പോലും ഇത് എല്ലാ തരത്തിലും ഒരു വിജയമായിരിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കാനാണ് എനിക്കിഷ്ടം. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഫോറമാണ് ഈ റെക്കോർഡ് ഒരു നാഷണൽ ലെവൽ റെക്കോർഡായിട്ട് പ്രഖ്യാപിക്കുന്നതായി തെരഞ്ഞെടുക്കുന്നു. After the first anniversary celebrations, Nilaka Kalavedhi Arts and Cultural Movement Ernakulam Kerala organized the country's largest open stage singing talent hunt in Malayalam from August to October 2025. 10 finalists selected from 10 preliminary contestants participated in the grand finale held at Kumbharam Village, Kochi on October 2025. Which made the event truly unique was its democratic evaluation process involving a large but competent panel of judges from the audience for each contest. Example, the final had as many as 50 judges on the panel. ഇതാണ് ഇതിന്റെ സൈറ്റേഷൻ. ഏകദേശം 50 ജഡ്ജസിനെ കണ്ടെത്തുകയും അത് ഈ മത്സരത്തിന്റെ ഇതിന്റെ അവസാന ഭാഗമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്